പറയാനൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരെയും ഈ കുടുംബ സമ്മേളന യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം. നീയേഴും നുള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പു മാറ്റി ചന്തമേറുന്ന ദീപമേ, കേഴുവാത്മാവിലാശ വീശുന്ന മോഹനാദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീയേഴും നുള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ആമേൻ ആമേൻ. രാജുവരന്മേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമേ, ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടരുതേ, രക്ഷിക്കണമേ. സ്നേഹം തന്നെയായ ദൈവമേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലൂടെ പരസ്പരം അറിയുവാനും സ്നേഹിക്കുവാനും അങ്ങയെ പുറത്തുകൊണ്ടുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഈ സമ്മേളനത്തിന്റെ അധ്യവസാനം ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനുമായ സർവേശ്വരനും ആമേൻ. കർത്താവേ, കൂടാരത്തിലായി വസിക്കും അങ്ങ് വിശുദ്ധ വിശ്രമിക്കും. കൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും സത്യമുള്ളവനും നാവുകൊണ്ട് ദ്രോഹിക്കാത്തവനും സഹോദരനോട് ചെയ്യാത്തവനും അയൽക്കാരനോട് കൂടി ചേരാത്തവനും ദൈവഭക്തരെ മാനിക്കാത്തവനും സത്യത്തിനും അന്യായം പരിശാവാകാത്തവനും കൈക്കാത്തവനും ഇങ്ങനെയുള്ളവൻ നീതിമാനാകുന്നു, അവൻ ഒരിക്കലും ശിക്ഷയില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവിനുള്ള വിശ്വാസം ഞങ്ങൾ പരിപൂർണമാക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവേശ്വരായ എന്നേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ഭാവനനാം സർവേശ, പരിഭാവനനാം ബലവാനേ, പരിഭാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. വസിക്കുകയും അവരെ സംതൃപ്തനാകുകയും ചെയ്യുന്ന പരിശുദ്ധനും സുദ്രഹനും ബലവാനും അമർത്തനുമായ എൻ്റെ കർത്താവേ, അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവേശ്വര എന്നേക്കും. ദിവ്യവചനം സ്വീകരിച്ചിടുവാ ദൈവമേ, ഹൃദയവയലുകളൊരുക്കേണമേ. സാദരം ഞങ്ങളിന്നതു കേട്ടു നാദാ, ജീവിതത്തിൽ പകർത്താൻ നീ വരം നൽകണേ.
ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകളെ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവനു മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവിടുത്തെ മാനസികതയോടെ പരിസരത്തിന്റെ ലോകത്തിനെ വെളിപ്പെടുത്തിയായി അവിടുത്തെ അനുവദിച്ച ദൈവവുമായി ശക്തങ്ങളെ ലോകത്തിനെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമെന്ന് കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുത്തെ ജീവിതത്തിൽ പ്രത്യാപ്തമായ പരിപൂർണ്ണ മോഹനവും ദൈവരാജ്യവും ഞങ്ങളുടെ ജീവിത ലക്ഷ്യമാക്കുവാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വന്തം ജീവിതത്തിലെ ഞങ്ങളുടെ കുടുംബങ്ങളും ക്രിസ്തുസാക്ഷ്യത്തിനായി മുന്നേറുവാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാ മരിച്ചവരെയും അവരുടെ ജീവിത സാക്ഷ്യത്തിൽ വന്നുപോയിട്ടുള്ള പോരായ്മകളെ നികത്തി സ്വർഗ്ഗഭാഗ്യത്തിന് അർഹരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവർക്കും നമ്മെയും നമ്മോടരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും അമൂല്യമായ പ്രഭാവത്താൽ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളുടെ പോയ സകലരെയും കടാക്ഷിക്കണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദാസന്റെ കപടത്തിൽ ഈ കൂട്ടായ്മയിൽ നിന്ന് പോയ ഞങ്ങളുടെ അങ്ങനെ കാര്യം ചെയ്യുകയും കടങ്ങളും പാപങ്ങളും ക്ഷമിച്ച് അവരെ നിത്യമാർഗത്തിന്റെ കൃപയാൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. മരണശേഷം ഞങ്ങളെല്ലാവരും സകലവിശുദ്ധരോടും കാലങ്ങളോടും സ്വർഗ്ഗത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നിലനിർത്തുവാൻ കൃപയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്നേക്കും ആമേൻ. കർത്താവെ, അങ്ങ് മഹത്വമേറിയ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യാമൃതത്തിന്റെ അപേക്ഷയും മാറിയസി പിതാവിന്റെയും വിശുദ്ധ ശ്രീകുമാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാസ്തോമാസ്ലിഹായുടെയും മറ്റ് ദൈവസാക്ഷികളുടെയും ഈ കൂട്ടായ്മയുടെ പാരിസ്ഥിതിയായ പരിശുദ്ധ അമ്മയുടെയും മറ്റ് സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും ഞങ്ങളെ സഹായിക്കുമാറാട്ടെ. അവ ഞങ്ങൾക്ക് പ്രിയവും സഹായവും ദുഃഖിശാസിനാലും അവന്റെ സൈന്യങ്ങളിൽ നിന്നും സംരക്ഷണം നൽകി നിത്യഭാഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവേശ്വര, എന്നേക്കും നിത്യപിതാവിൻ പ്രകാശമായ മിശിഹായെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാവങ്ങൾ പൊറുക്കുകയും പീഡകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കുകയും സങ്കടങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അങ്ങയുടെ മനോഹരമായ പ്രകാശത്തിലേക്ക് ഞങ്ങൾ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഞങ്ങൾ രക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോയുടെ ദൈവമേ, ഞങ്ങളുടെ
ദൈവമായ എല്ലാ ബന്ധുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സഭയിൽ ഞങ്ങളെ കടാനുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ പ്രതീക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ നിന്റെ സന്നിധിയിൽ